ഇവിടെ ഞാൻ CS സനീഷ് സംസാരിക്കാൻ പോകുന്നത് E20 എന്ന് പറയുന്ന എഥനോൾ അടങ്ങിയ ഇന്ധനത്തെക്കുറിച്ചാണ്. മോഡി സർക്കാർ പാവപ്പെട്ടവർക്ക് വലിയ ആശ്വാസകരമാവും എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചാണ് E20 എന്ന് പറയുന്ന എഥനോൾ അടങ്ങിയ ഇന്ധനം. ആ E20 എന്ന് പറഞ്ഞ എഥനോൾ അടങ്ങിയ ഇന്ധനം സാധാരണക്കാരായ വാഹന ഉടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും ഭയാശങ്കയുമാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെടുത്തു പറയേണ്ടത് ടൂ വീലർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. കാരണം ഞാനടക്കം ടൂ വീലർ ഉപയോഗിക്കുന്നവരെല്ലാവരും വളരെ സാധാരണക്കാരാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടി പെടാപ്പാട് വിടുന്നവർ. അവരെയാണ് ഈ ഒരു ദുരിതം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത്. സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞാനിത് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വണ്ടി ഇതുപോലെ നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടായി. ആ വണ്ടി നിരവധി തവണ സ്റ്റാർട്ടാകാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നു. ആ മെക്കാനിക്ക് ആ വണ്ടി നോക്കിയപ്പോഴാണ് പറഞ്ഞത്, അതെല്ലാം അഴിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ കാർബേറ്ററിനകത്ത് കംപ്ലയിൻറ്റ് കണ്ടത്. അതുപോലെ തന്നെ ഇൻറ്റേണലായിട്ട് പല പാർട്സുകൾക്കും ആ കംപ്ലയിൻറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് എഥനോൾ അടങ്ങിയ ഈ ഇന്ധനം വണ്ടിയിൽ നിറയ്ക്കുന്നത് മൂലമാണ് ഇതെന്ന് സ്വന്തം അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ മെക്കാനിക്ക് തന്നെ പറയുകയുണ്ടായ നിരവധി വണ്ടികൾ ഇതുപോലെ ദിവസവും കംപ്ലയിൻ്റ് ആകുന്നുണ്ട്. ഒരു പ്രാവശ്യം കംപ്ലയിൻ്റ് ആയാൽ വീണ്ടും കംപ്ലയിൻ്റ് ആകാൻ വേണ്ടി സാധ്യതകളുമുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതുപോലത്തെ ഒരു പെട്രോൾ ഇന്ത്യയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതെന്ന് ഇതുവരെ മനസ്സിലാകുന്നത്? കാരണം ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്? അതുകൊണ്ട് അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാർ ഈ പെട്രോൾ നിർത്തലാക്കണം. ശുദ്ധമായ പെട്രോൾ ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാവണം. സാധാരണക്കാരനെ ആണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആ ബാധിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് മോഡി സർക്കാർ പിന്നോട്ട്